തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് രണ്ടിടത്ത് മത്സരിക്കും. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും സ്ഥാനാർത്ഥിയാകുമെന്ന് അണികളെ സംബോധന ചെയ്തുകൊണ്ട് വിജയ് പ്രഖ്യാപിച്ചു. நம்மளுடைய டிவிகே வேட்பாளர்களுக்கும் நம்மளுடைய டிவிகே விசில் சின்னத்துக்கும் தயவு செஞ்சு ஓட்டு போட்டு ടിവികെയ്ക്ക് ഒരു അവസരം നൽകണമെന്നും വിസിൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നും വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അധ്യക്ഷൻ വിജയ് തമിഴ്നാട്ടിൽ 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. സി ജോസഫ് വിജയ് എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത്. ടിവികെയുടെ 24 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇന്ന് പുറത്തുവിട്ടത്. ടിവികെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് തനിക്ക് ചെയ്യും പോലെയാണെന്നും തന്നെപ്പോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും വിജയ് അണികളോട് അഭ്യർത്ഥിച്ചു. തമിഴ്നാടിന്റെ ഭാവിക്കായി വോട്ട് ചെയ്യണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ ടിവികെയുടെ കന്നി അംഗമാണ്. കൊളത്തൂരിൽ DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെതിരെ ടിവികെയുടെ VS ബാബുവാണ് മത്സരിക്കുന്നത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും MK സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെതിരെ ചെപ്പോക്കിൽ ടിവികെയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ് D സെൽവം മത്സരിക്കും. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. AADMKയും BJPയും അടങ്ങുന്ന NDA സഖ്യം തിരിച്ചുവരവ് നടത്തുന്നതിനിടെയാണ് വിജയുടെ ടിവികെ എത്തുന്നത്. S രാമദോസിന്റെ നേതൃത്വത്തിലുള്ള PMKയും മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സഹായി ശശികല സ്ഥാപിച്ച പാർട്ടിയും ഒരുമിച്ച സഖ്യവും മത്സരത്തിനുണ്ട്. ലഹരിയില്ലാത്ത തമിഴ്നാട്, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വിജയുടെ ഗ്യാരണ്ടികൾ. വടക്കൻ ചെന്നൈയിലെ DMKയുടെ കോട്ടയാണ് പെരമ്പൂർ. സിറ്റിംഗ് MLA RD ശേഖറാണ് ഇവിടെ DMK സ്ഥാനാർത്ഥി. മത്സരം ടിവികെയും DMKയും തമ്മിലാണെന്നും വിജയ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.